ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ പ്രാരംഭ പ്രവൃത്തികൾ തുടങ്ങി. ആനക്കാംപോയിൽ മറിപ്പുഴയിൽ പദ്ധതി പ്രദേശത്തുള്ള റോഡ് നിർമ്മാണമാണ് ആരംഭിച്ചത്. വയനാട്ടിലേക്കുള്ള ചുരമില്ല ബദൽപാതയായ ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ഭാഗമായ കോഴിക്കോട് ജില്ലയിലെ പ്രാരംഭ പ്രവൃത്തികളാണ് തുടങ്ങിയത്. ആനക്കാംപോയിൽ മറിപ്പുഴയിൽ പദ്ധതി പ്രദേശത്തേക്കുള്ള റോഡ് പ്രവൃത്തികൾ ആരംഭിച്ചു. തുരങ്കപാതയ്ക്കാവശ്യമായ യന്ത്രസാമഗ്രികൾ മറുകരയെത്തിക്കാനാവശ്യമായ പശ്ചാത്തല സൗകര്യമാണ് ഒരുക്കുന്നത്. മറിപ്പുഴയിൽ പാലം നിർമ്മിച്ച ശേഷമാകും തുരങ്കത്തിന്റെ നിർമ്മാണം നടത്തുക. മീനാക്ഷി ബ്രിഡ്ജിൽ കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചിട്ടുണ്ട്. തുരങ്കം ആരംഭിക്കുന്ന മീനാക്ഷി മലയടിവാരത്തിലേക്കുള്ള റോഡ് നിർമ്മാണവും നടക്കുന്നുണ്ട്. തൊഴിലാളികൾക്കാവശ്യമായ താമസ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. ഇവിടെ താൽക്കാലിക പാലം നിർമ്മിച്ചുകൊണ്ട് തുരങ്കത്തിലേക്കുള്ള അപ്പുറത്തെ റോഡും അതിനുള്ള അനുബന്ധമായ റോഡുമാണ് പണിതുകൊണ്ടിരിക്കുന്നത്. അത് എത്രയും വേഗത്തിൽ പൂർത്തി ഇന്നലെ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. പ്രദേശവാസികൾ 2 കൈ നീട്ടി സ്വീകരിച്ച ഒരു പദ്ധതിയാണ്. കാരണം പ്രദേശവാസികളിൽ നിന്ന് മാത്രമല്ല, ഈ പഞ്ചായത്ത് ജില്ലയിലെ മൊത്തത്തിൽ എല്ലാവർക്കും ആവശ്യപ്പെടുന്ന ഒരു സംഭവം. ഇതുകൊണ്ട് വയനാടിനും കോഴിക്കോടിനും മാത്രമല്ല, ഇവിടുത്തെ മുഴുവൻ ജനങ്ങൾക്ക് ഒരു ജീവിതോപാധിയും കൂടെ കൂടി ടൂറിസം കൂടെ കൂട്ടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയെ മുന്നോട്ട് വിജയിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. മേപ്പാടി ആനക്കാംപോയിൽ തുരങ്കപാതയ്ക്ക് സവിശേഷതകൾ ഏറെയാണ്. ദുർഘടമായ താമരശ്ശേരി ചുരം റോഡിന് ബദൽപാത എന്നതിനപ്പുറം കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായ ഈ പാത കാർഷിക വിനോദ സഞ്ചാര മേഖലയിൽ അനന്തസാധ്യതകൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ആനക്കാംപോയിൽ നിന്ന് തുടങ്ങി മേപ്പാടി വരെ പുതിയ പാതയ്ക്ക് 2164 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. 11 കിലോമീറ്ററാണ് തുരങ്കമുണ്ടാകുക. 7.5 മീറ്റർ ഉയരത്തിലാണ് ടണലിൻ്റെ ഉൾവശം ഒരുക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനിലെ മേൽനോട്ടത്തിലാണ് പദ്ധതി. ആനക്കാംപോയിൽ മേപ്പാടി തുരങ്കപാതയുടെ ഭാഗമായ മറിപ്പുഴയിലെ പാലം നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളാണ് ഇവിടെ തുടങ്ങിയത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ച് പ്രവൃത്തി ത്വരിതപ്പെടുത്തും. പദ്ധതി പ്രദേശത്തു നിന്നും ക്യാമറ പേഴ്സൺ റഫീഖിനോടൊപ്പം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി നസീർ ബാബു.